നമസ്കാരം. ഹെൽത്ത് ഇൻഷുറൻസിലും ലൈഫ് ഇൻഷുറൻസിലും GST പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട്. ഇൻഷുറൻസ് ഇൻഡസ്ട്രിയിൽ വലിയൊരു മാറ്റമാണ് വരാൻ വേണ്ടി പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഹെൽത്ത് ലൈഫ് ഇൻഷുറൻസ് പോളിസികളിൽ നിന്നും പൂർണ്ണമായും GST ഒഴിവാക്കിയിട്ടുണ്ടോ? അതെ, തീർച്ചയായിട്ടും ഹെൽത്ത് ലൈഫ് ഇൻഷുറൻസ് പോളിസികളിൽ നിന്ന് പൂർണ്ണമായിട്ടും GST വേ ഓഫ് ചെയ്തിട്ടുണ്ട്. 2025 സെപ്റ്റംബർ 22 മുതലാണ് ഇത് ബാധകമായിട്ട് വരുന്നത്. നിലവിലെ ഈ ഇൻഷുറൻസുകളിലെ GST 18% അതാണ് ഇനി 0% വരുന്നത്. അതായത് 0% GST മാറാൻ വേണ്ടി പോവുകയാണ്. വലിയൊരു മാറ്റമാണ് ഇൻഷുറൻസ് ഇൻഡസ്ട്രിയിൽ വരാൻ വേണ്ടി പോകുന്നത്. പുതിയ പോളിസികൾക്കും റിന്യൂവലുകൾക്കും ഇത് ബാധകമാണോ? പുതിയ പോളിസികൾക്കും റിന്യൂവൽക്കും ഇത് ഒരേപോലെ ബാധകമായിട്ട് വരും. സെപ്റ്റംബർ 22 മുമ്പ് അടച്ച പ്രീമിയങ്ങൾക്ക് എന്തായിരിക്കും സംഭവിക്കുന്നത്? സെപ്റ്റംബർ 22 മുമ്പ് അടച്ചിട്ടുള്ള പ്രീമിയങ്ങൾക്ക് റീഫണ്ട് ലഭിക്കില്ല. അതായത് GST ഉൾപ്പെടെയാണ് നമ്മൾ പേ ചെയ്തതെങ്കിൽ റീഫണ്ട് ലഭിക്കില്ല. 22 ശേഷം വരുന്ന കാര്യങ്ങൾക്ക് മാത്രമാണ് ഇത് ബാധകമായിട്ട് വരുള്ളൂ. അതായത് വിത്ത് എഫക്ട് ഫ്രം സെപ്റ്റംബർ 22 എന്നാണ് മെൻഷൻ ചെയ്തേക്കുന്നത്. ഗ്രേസ് പീരീഡിൽ അടച്ച പ്രീമിയങ്ങൾ ഉണ്ടാവുമല്ലോ, അതിന്റെ അവസ്ഥ എങ്ങനെയാണ്? അതിനും ഒഴിവൊന്നുമില്ല. സെപ്റ്റംബർ 22 മുമ്പ് അടച്ചിട്ടുള്ള ഗ്രേസ് പീരീഡ് ഈ പ്രീമിയങ്ങൾക്ക് ബാധകമാവില്ല. കാരണം ഇപ്പം ഫോർ എക്സാമ്പിൾ സെപ്റ്റംബർ 15 നമ്മുടെ പോളിസി തീരുന്നത്. ആ ഗ്രേസ് പീരീഡ് 30 ദിവസം ഉണ്ടല്ലോ. സെപ്റ്റംബർ 25 നമ്മൾ അത് റിന്യൂവൽ ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കില്ല. കാരണം അപ്പോൾ 25 റിന്യൂവൽ ചെയ്താലും നമ്മൾ GST പേ ചെയ്യേണ്ടി വരും. അത് സെപ്റ്റംബർ 22 ശേഷം വരുന്ന കാര്യങ്ങൾക്ക് മാത്രമാണ് ഇത് നിലവിൽ ബാധകമായിട്ട് വരുന്നത്. GST ഒഴിവാക്കി കഴിഞ്ഞാൽ എത്ര ലാഭമുണ്ടാവും? വളരെയധികം ലാഭമുണ്ടാവും. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ 18% നിന്ന് 0% വരുന്നത്. അപ്പോൾ വലിയൊരു മാറ്റമാണ്. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ 1,18,000 രൂപയാണ് നമ്മുടെ ഇൻഷുറൻസ് പ്രീമിയം എന്ന് വിചാരിക്കുക. നമ്മൾ ഇനി പേ ചെയ്യേണ്ടത് 1 ലക്ഷം രൂപ മാത്രമാണ്. 18,000 രൂപ നമുക്കിനി അത് കൊടുക്കേണ്ട ആവശ്യമില്ല. GST വേ ഓഫ് ആയിട്ട് ലഭിക്കും. എല്ലാ തരത്തിലുള്ള പോളിസികൾക്കും ഇത് ബാധകമാണോ? അത് മെൻഷൻ ചെയ്ത് ഗവൺമെന്റ് പറഞ്ഞേക്കുന്ന ഒരു കാര്യം വ്യക്തിഗത ലൈഫ് ഇൻഷുറൻസ് ആൻഡ് ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. അതായത് ഇൻഡിവിജ്വൽ പോളിസികൾക്കാണ് ഇത് ബാധകമായിട്ട് വരുന്നത്. കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ടേം ഇൻഷുറൻസ് ആയാലും യുലീപ്പ് ആയാലും എൻഡോമെന്റ് പ്ലാൻസ്, അതുപോലെ ഫാമിലി പ്ലോട്ടർ പ്ലാൻസ്, സീനിയർ സിറ്റിസൺ പ്ലാൻസ്, ഇതിൽ എല്ലാം ബാധകമായിട്ട് വരും. അപ്പോൾ കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ഓൺ ചെയ്ത് പറയേണ്ട ഒരു കാര്യം കൂടി ഉണ്ട്. ഇവയുടെ റീ ഇൻഷുറൻസിനും ഇത് ബാധകമായിട്ട് വരും. അപ്പോൾ ഈ ഒരു കുറച്ച് ഇപ്പം നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു സെക്ടർ വൈസ് ആണ് നമുക്ക് ഇതിൻ്റെ അകത്ത് ബാധകമായിട്ട് വരുന്നത്. ഇൻഷുറൻസ് കമ്പനികൾ ഉടനെ പ്രീമിയം കുറയ്ക്കുമോ? തീർച്ചയായിട്ടും. ഇൻഷുറൻസ് ഓൾറെഡി സ്റ്റാർ ഹെൽത്ത് പോലുള്ള കമ്പനികളൊക്കെ ഇപ്പൊ തന്നെ അത് ബാധകമായിട്ട് വരുന്നുണ്ട്. ഇപ്പൊ തന്നെ പ്രീമിയം കുറച്ചിട്ടുണ്ട്. പ്രീമിയം കുറച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആക്ച്വൽ പ്രീമിയം അല്ല കുറച്ചേക്കുന്നത്, GST വേ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിലവിൽ നമുക്ക് ഇപ്പൊ തന്നെ ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാലും ഇത് മാത്രമേ ബാധകമായിട്ട് വരുള്ളൂ. ഈ 18% കൊടുക്കേണ്ട. പക്ഷെ ഒരു കണ്ടീഷൻസ് കാണുന്നത് 22 ഡേറ്റ് ഇട്ടിട്ടാണ് അവർ പോളിസി ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പം നിങ്ങൾക്ക് പോളിസി എടുത്താലും 22 വരെയുള്ള ഒരു ആനുകൂല്യം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. GST വേ ഓഫ് ചെയ്യേണ്ട. പക്ഷേ ഡേറ്റ് ഇടുമ്പോൾ 22 വരുള്ളൂ. എൻ്റെ അത് ഗ്രൂപ്പ് ഇൻഷുറൻസുകൾക്ക്, അതായത് കമ്പനികളിലെ ഗ്രൂപ്പ് ഇൻഷുറൻസുകൾക്ക് ഇത് ബാധകമായി വരില്ല അല്ലേ? തീർച്ചയായിട്ടും വരില്ല. ഗ്രൂപ്പ് ഇൻഷുറൻസിൽ എന്തായാലും നമ്മൾ GST ഉൾപ്പെടെയുള്ള പ്രീമിയം പേ ചെയ്യേണ്ടി വരും. സാധാരണ ജനങ്ങൾക്ക് ഇതിന്റെ പ്രാധാന്യം എന്താണ്? സാധാരണ ജനങ്ങൾക്ക് കൂടുതൽ ഇൻഷുറൻസിലേക്ക് എൻറോൾ ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം ഗവൺമെന്റിന്റെ ഒരു വിഷൻ 2047 ആകുമ്പോൾ ഇൻഷുറൻസ് എല്ലാവർക്കും എന്നുള്ളതാണ് ഇന്ത്യ ഗവൺമെന്റ് മുന്നോട്ട് വെക്കുന്നത്. 2047 നമ്മളൊരു ഡെവലപ്ഡ് രാജ്യമായിട്ട് മാറുമെന്ന് അതിനുള്ളൊരു വിഷൻ വെച്ചിട്ടാണ് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ 2047 എന്ന് പറഞ്ഞ വർഷത്തിൽ എല്ലാവർക്കും ഇൻഷുറൻസ് ഉണ്ടാകും എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ ഇനിഷ്യേറ്റീവ്. അതിനുവേണ്ടിയാണ് ഇത്തരം പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നത് മധ്യവർഗത്തിലുള്ള ഫാമിലികളാണ്. അതായത് മിഡിൽ ക്ലാസ് ഫാമിലികൾ കുറെ കൂടി ഇൻഷുറൻസിലേക്ക് വരാനുള്ള സാധ്യത ഇവിടെ കൂടുതലാണ്. കാരണം കുറഞ്ഞൊരു പ്രീമിയത്തിൽ നല്ല ഫീച്ചേഴ്സുള്ള പോളിസികൾ എടുക്കാനും അവരുടെ ഫാമിലി കുറെ കൂടി സുസ്ഥിരമാകാനും ഇത് സഹായിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഇൻഷുറൻസ് പോളിസികളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുമോ? ഇൻഷുറൻസ് പോളിസികളിൽ നിലവിൽ മാറ്റങ്ങൾ വരാനുള്ള സാധ്യതകളൊന്നുമില്ല. അതായത് പ്രീമിയം ആക്ച്വലി ഇൻഷുറൻസ് പ്രീമിയം സ്റ്റിൽ അതുപോലെ തന്നെ നിൽക്കും. പക്ഷേ GST മാത്രമാണ് ഇതിൻ്റെ അകത്ത് വേ ഓഫ് ആയി പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കവറേജിലോ ബെനിഫിറ്റിലോ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ടോപ്പ് സൂപ്പർ ടോപ്പ് പ്ലാനുകൾക്ക് ഇത് ബാധകമായി വരുമോ? അതെ അതെ. കാരണം അവയും ഇൻഡിവിജ്വൽ പ്രോഡക്റ്റുകളായതിനാൽ തന്നെ GST അവർക്ക് വേ ഓഫ് ചെയ്യാൻ വേണ്ടി പറ്റും. EMI മന്ത്ലി മോഡിൽ അടക്കുന്ന പ്രീമിയങ്ങൾക്ക് ബാധകമാണോ?
അതെ, കാരണം ഇപ്പോൾ ഇൻഷുറൻസ് കമ്പനികൾ അതിനുള്ള ഫംഗ്ഷൻ അവരുടെ സിസ്റ്റത്തിൽ ഇപ്പം തന്നെ എനേബിൾ ആക്കി തുടങ്ങിയിട്ടുണ്ടെന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പം EMI ആയിട്ട് അടക്കുമ്പോൾ മന്ത്ലി അടക്കുന്നവരുണ്ടാകാം, അല്ലെങ്കിൽ ഇയർലി അടക്കുന്നവരുണ്ടാകാം, ക്വാർട്ടർലി അടക്കുന്നവരുണ്ടാകാം. അപ്പോൾ ഇവർക്കെല്ലാം സിസ്റ്റത്തിൽ ഇനി ഈ പ്രീമിയം കട്ടായി പോകുമ്പോൾ GST വേ ഓഫ് ആയിട്ടുള്ള പ്രീമിയം ആയിരിക്കും കട്ടായി വേണ്ടി പോകുന്നത്. GST ഒഴിവായാൽ ഇൻഷുറൻസിലെ ഇൻകം ടാക്സ് ബെനിഫിറ്റുകൾ കുറയാൻ സാധ്യതയുണ്ടോ? ഇല്ല, അങ്ങനെ കുറയാനുള്ള സാധ്യതകളൊന്നും ഇല്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പം ടാക്സിലാണെങ്കിലും കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടല്ലോ. ഇപ്പം ഓൾഡ് റെജീമും ഉണ്ട്, ന്യൂ റെജീമും ഉണ്ട്. അതനുസരിച്ചിട്ടാണ് ടാക്സ് പേ ചെയ്ത് പോകുന്നത്. ഓൾഡ് റെജീമിലാണ് നമുക്ക് ഇൻഷുറൻസിലേക്ക് ഓൾറെഡി ഡിഡക്ഷൻസ് ബെനിഫിറ്റുകൾ കിട്ടുന്നത്. അപ്പം ആ സ്റ്റിൽ കിട്ടുന്ന സെക്ഷൻ 80C ലൈഫ് ഇൻഷുറൻസിന് കിട്ടുന്നതും 80D ഹെൽത്ത് ഇൻഷുറൻസിന് കിട്ടുന്നതും അതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് വരും. അതിൽ മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവത്തില്ല. അപ്പം ആക്ച്വലി ടാക്സ് പേ ചെയ്യുന്ന പോലെ, അതായത് ഓൾഡ് റെജീം പേ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഡബിൾ ബെനിഫിറ്റ് ആണ് ഇത് കിട്ടുന്നത്. കാര്യം കുറഞ്ഞ പ്രീമിയവും കിട്ടും, നമുക്ക് ടാക്സ് സേവ് ചെയ്യാനും കൂടി പറ്റും. അപ്പോൾ ഓൾഡ് റെജീം ചെയ്യുന്നവർക്ക് എനിക്ക് തോന്നുന്നു ഈ ഒരു GST വേ ഓഫ് ചെയ്യുമ്പോൾ വലിയൊരു ബെനിഫിറ്റ് തന്നെ, ഡബിൾ ധമാക്ക എന്നൊക്കെ പറയുന്ന പോലെയൊക്കെ കിട്ടാനുള്ള ഒരു പോസിബിലിറ്റീസ് അവിടെ ഉണ്ട്. ക്ലെയിം സെറ്റിൽമെന്റിലെ മാറ്റങ്ങൾ ഉണ്ടാകുമോ? വലിയൊരു മാറ്റങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുമെന്ന് കരുതുന്നില്ല. പക്ഷെ പരോക്ഷമായിട്ട് മാറ്റങ്ങൾ ഉണ്ടാകും. കാരണം IRDA, ഫൈനാൻസ് മിനിസ്ട്രി, NHCX ക്ലെയിം എക്സ്ചേഞ്ചുകൾ കൂടുതൽ കൂടി സ്ട്രോങ് ആകാനുള്ള ഒരു പോസിബിലിറ്റീസും കൂടുതൽ സുതാര്യമായിട്ടൊക്കെ ഈ കാര്യങ്ങൾ സെറ്റിൽ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസ് ഉണ്ട്. ഒരു പരോക്ഷമായിട്ട് മാറ്റങ്ങൾ സംഭവിച്ചേക്കാം. ഇന്ത്യയിൽ പോളിസി എടുക്കുന്ന NRIകൾക്ക് ഇതിന്റെ ആനുകൂല്യം ലഭിക്കുമോ? തീർച്ചയായിട്ടും ലഭിക്കും. കാരണം NRIകൾക്കും ഈ ഒരു 0% GST പ്രീമിയം അടക്കാൻ വേണ്ടി സാധിക്കും. NRIസിന് GST ഒഴിവായിട്ടും പ്രീമിയം വീണ്ടും ഉയരാൻ സാധ്യത ഉണ്ടാകുമോ? പ്രീമിയം ഉയരുന്നതിന് പല കാരണങ്ങളുണ്ട്. ഇപ്പം ഇൻഷുറൻസിൽ പ്രീമിയം കൺസിഡർ ചെയ്യുന്ന പല ഫാക്ടേഴ്സ് വെച്ചിട്ടാണ് ആ ഒരു മെഡിക്കൽ പൂളിൽ അല്ലെങ്കിൽ ആ ഇൻഷുറൻസ് പൂളിൽ വരുന്ന ഹൈക്ക്, ഇൻഷുറൻസിന്റെ ക്ലെയിം സെറ്റിൽ റേഷ്യോയിൽ ഹൈക്ക് വരുമ്പോൾ പ്രീമിയം കൂടാം. ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ പ്രധാനമായിട്ടും നമ്മൾ ഈ ഒരു കേസിൽ പറയേണ്ടത് മെഡിക്കൽ ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ മോർട്ടാലിറ്റി റിസ്ക് മൂലം അടിസ്ഥാന പ്രീമിയങ്ങൾ ഉയരാം. കാരണം മെഡിക്കൽ ഇൻഫ്ലേഷൻ വലിയൊരു ഫാക്ടറാണ്. അത് വെച്ച് മാത്രമേ നമുക്ക് ഉയരാനുള്ള ഒരു പോസിബിലിറ്റി ഉള്ളൂ. പക്ഷേ GST ആ 18% പൂർണ്ണമായിട്ടും ഇവിടെ ഒഴിവാകുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. 18% എന്ന് പറയുമ്പോൾ ഇപ്പം വലിയൊരു എമൗണ്ട് തന്നെ നമുക്ക് അതിനകത്ത് സേവ് ചെയ്യാൻ വേണ്ടി പറ്റും. റൈഡറുകൾക്ക്, അതായത് ക്രിട്ടിക്കൽ ഇൽനെസ്, ആക്സിഡന്റ് കവറുകൾ, ഇവയ്ക്കൊക്കെ ഇത് എങ്ങനെയാണ് ബാധകമായി വരുന്നത്? ക്രിട്ടിക്കൽ ഇൽനെസ് ആയാലും റൈഡേഴ്സ് ആയാലും എല്ലാം ഇൻഡിവിജ്വൽ ആയിട്ട് വരുന്ന കേസുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈഫിലായാലും ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയിലായാലും ഇവ പരസ്പരം റിലേറ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ബെനിഫിറ്റ് ഇതിലും ബാധകമായിട്ട് തന്നെ വരും. എംപ്ലോയർ നൽകിയ ഗ്രൂപ്പ് ഹെൽത്ത് ഇൻഷുറൻസ് ഉൾപ്പെടുമോ? ഈ എംപ്ലോയർ നൽകിയിട്ടുള്ള ഗ്രൂപ്പ് ഇൻഷുറൻസ് ഇതിനകത്ത് ബാധകമാവില്ല. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ ഇൻഡിവിജ്വൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇൻഡിവിജ്വൽ പോളിസികൾക്ക് മാത്രമേ, അത് ഹെൽത്ത് ആയാലും ലൈഫ് ആയാലും ഇൻഡിവിജ്വൽ പോളിസികൾക്ക് മാത്രമേ ഇത് ബാധകമായിട്ട് വരുള്ളൂ. ബാക്കി ഗ്രൂപ്പ് ഇൻഷുറൻസിനൊന്നും ഇത് ബാധകമാവില്ല. അവിടെ പൂർണ്ണമായിട്ടും GST 18% കൊടുക്കേണ്ട ഒരവസ്ഥയാണ് നിലവിലുള്ളത്. ECS ഓട്ടോ ഡെബിറ്റ് പ്രീമിയങ്ങൾ സ്വയം മാറുമോ? തീർച്ചയായിട്ടും കമ്പനി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമ്പനി ഓട്ടോമാറ്റിക്കലി അതിന്റെ സെറ്റ് ചെയ്യാനുള്ള ഫംഗ്ഷനുകൾ ഇപ്പൊ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഇനിയിപ്പം പ്രീമിയം ഡെബിറ്റ് ചെയ്യുമ്പോൾ GST ഇല്ലാത്ത പ്രീമിയം ആയിരിക്കും അതിനകത്തുനിന്ന് വരുന്നത്. അതിപ്പോൾ ഓട്ടോ ഡെബിറ്റിലും അങ്ങനെ തന്നെ ആയിരിക്കും. കമ്പനി അത്രയും വേ ഓഫ് ചെയ്തിട്ടായിരിക്കും പ്രീമിയം അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇൻഷുറൻസ് കമ്പനികൾ GST ആനുകൂല്യം നൽകുന്നുണ്ടെന്ന് ഉപഭോക്താവിന് എങ്ങനെ അറിയാൻ കഴിയും? തീർച്ചയായിട്ടും നല്ലൊരു ചോദ്യമാണ്. കാരണം ഇതിൻ്റെ അകത്ത് പ്രീമിയത്തിൽ കൂട്ടിക്കാണിച്ചിട്ട് കുറക്കുക എന്നുള്ള ഒരു ഡൗട്ട് അല്ലേ. കാരണം ഇതിനകത്ത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യും 0% ആയിരിക്കും GST എന്നുള്ളത്. കൃത്യമായിട്ടും ആ ഒരു അക്കൗണ്ടില്ല, നമ്മൾ ആ ഒരു കണക്കുകൾ കാണിക്കുന്ന സെക്ഷനിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. 0% ആയിരിക്കും GST എന്നുള്ളത്. GST ഒഴിവായതുകൊണ്ട് ഇൻഷുറൻസ് മ്യൂച്വൽ ഫണ്ടിനേക്കാൾ വില കുറവായി വരുമോ? ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇൻഷുറൻസിന് ഇനി 0% വരുന്നത്. അതുപോലെ തന്നെ ഇൻകം ടാക്സ് ബെനിഫിറ്റ് ഉണ്ട്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ 80C ലൈഫ് ഇൻഷുറൻസിന്റെ 80Cയും അതുപോലെ ഹെൽത്തിന്റെ 80Dയും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു കോസ്റ്റ് എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ പ്രോഡക്റ്റ് ആയിട്ട് ഇത് മാറുന്നുണ്ട്. അപ്പോൾ ലൈഫ് ഇൻഷുറൻസ് അങ്ങനെ നോക്കുമ്പോൾ മ്യൂച്വൽ ഫണ്ടിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു, നമുക്ക് ലാഭകരമായിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ പ്രോഡക്റ്റ് ആയിട്ട് മാറാനുള്ള പോസിബിലിറ്റീസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ കുറെ കൂടി ആ ഒരു 18% GST വേ ഓഫ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു 18% നമുക്ക് ഇവിടെ ഒരു പ്രോഫിറ്റ് ഓറിയന്റഡ് ആയിട്ട് കാണാം. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ഫ്രണ്ട്ലി ആയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റുന്ന, കമ്പാരിറ്റീവ് നോക്കുമ്പോൾ ഈ ഒരു മാറ്റം വരുമ്പോൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് ഇതിനെ കാണാൻ പറ്റുന്നതാണ്.
ഇൻഷുറൻസ് ഇൻഡസ്ട്രിയിൽ GSTയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള കുറേയധികം ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. പുതിയ പോളിസികൾ എടുക്കുന്നതിന് വേണ്ടിയിട്ടും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു.